ഹായ് വീണ ചേച്ചി, എൻ്റെ പേര് ദിവ്യ. എൻ്റെ വീട് മാവേലിക്കരയാണ്. ഞാൻ ചേച്ചിയുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ 2014 ഞങ്ങളുടെ കല്യാണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഖത്തറിൽ പോയി. പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സജഷൻസൊക്കെ വരാറുണ്ട്. പക്ഷേ ആദ്യമൊന്നും ഞാൻ കാണാറില്ലായിരുന്നു ചേച്ചിയുടെ ചാനൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ സജഷൻ വരുന്ന കൂട്ടത്തിൽ അപ്പം കുറേ വ്യൂസ് ഉണ്ട് ചേച്ചിയുടെ ചാനലിന്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുമില്ലാതെ ഇപ്പം കണ്ടൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ ഇത്രയും വ്യൂസ് കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തുറന്ന് നോക്കാം എന്ന് വിചാരിച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരി ചേച്ചി, നല്ല മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത്, നല്ല പളപള തിളങ്ങുന്ന സാരിയൊക്കെ ഉടുത്ത് ഇരിക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു യൂട്യൂബറിനെ ഞാൻ അങ്ങനെ അപൂർവമല്ലേ. കൂടുതൽ ആൾക്കാരൊന്ന് സ്റ്റൈലിഷായിട്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായിട്ട് സംസാരം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. ഞാൻ ചിരിച്ചോണ്ടിരുന്ന ആ ഇൻട്രോ കണ്ടത്. എനിക്ക് ചേച്ചിയുടെ ഫുൾ വീഡിയോയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയുടെ ഇൻട്രോ കാണാൻ. ആ ഒരു നാച്ചുറാലിറ്റി ഭയങ്കര സൂപ്പറാണ്. ചേച്ചിയുടെ വീട്ടിലുള്ള ഇപ്പം നമ്മളുടെ അനിയത്തി അല്ലെങ്കിൽ ചേട്ടത്തി അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുന്ന രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ കസിൻസ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. നമ്മളെ ഒത്തിരി അറിയാവുന്നവർ നമ്മളെ പാമ്പർ ചെയ്ത് സംസാരിക്കുന്ന രീതിയിലല്ലേ ചേച്ചി സംസാരിക്കുന്നത്. അതുപോലെ ചേച്ചി ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി ഒരിക്കലും അത് അതിന് പറയുന്നത് ഇപ്പോൾ ടൈം കൂട്ടാനോ അങ്ങനെയൊന്നും അല്ല ചേച്ചി ചെയ്യുന്നത്. ചേച്ചി സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ഒരു ഫാമിലിയായിട്ട് കണ്ടിട്ട് ചേച്ചിയുടെ വീട്ടുവിശേഷങ്ങളും അങ്ങനെയൊക്കെ പറയും. ജാൻചേട്ടൻ്റെ കാര്യമാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും അതൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഒരു ഫാമിലി അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്ന രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഭയങ്കര നാച്ചുറലി ചേച്ചി പറയും. അല്ലാതെ ഞാൻ ഇങ്ങനെ ഇന്ന് പറയണം അങ്ങനൊരു സ്ക്രിപ്റ്റ് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതി ചേച്ചി പറയുമ്പം ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെ സംസാരിക്കുന്നല്ലോ, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വരുമ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു നാച്ചുറാലിറ്റി എനിക്ക് കിട്ടാറില്ല പലപ്പോഴും. കാരണം നമുക്ക് എത്രയ്ക്കായാലും എനിക്കിപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ക്യാമറയോടാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എത്രയൊക്കെ ഞാൻ നാച്ചുറലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാലും അത് ഒരു എക്സ്റ്റെൻറ്റ് വരെ നടക്കാറില്ല. അത് എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി വരാറുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ചലഞ്ച് വീഡിയോ കണ്ടപ്പം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയും ഒരു സെക്കൻഡെങ്കിലും ചേച്ചി ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊരു സന്തോഷമല്ലേ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചേച്ചിക്ക് ഒരുപാട് വീഡിയോസ് വരും ചലഞ്ച് വീഡിയോ. അപ്പം ചിലപ്പം ചേച്ചിക്ക് ടൈം കിട്ടിയില്ലെങ്കിലോ, ചേച്ചിക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയാലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെയും ഞാൻ വിചാരിച്ചു ചെയ്യണ്ട, ചേച്ചിയോടുള്ള ഇഷ്ടം അങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ട് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്യാം. ചേച്ചി കണ്ടാൽ കണ്ടു, ഇല്ലെങ്കിൽ എന്നാലും എനിക്ക് പറയാൻ പറ്റിയല്ലോ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക. ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ, ചലഞ്ച് വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചു ഇടണം എന്ന്. പിന്നെയും വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെയും ഇങ്ങനെ ഇടണം വേണ്ടയോ അങ്ങനെ ഒരു സംശയത്തിലായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതങ്ങ് എടുക്കാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഇതിലിരിക്കുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യും. ചേച്ചി കാണും എന്നുള്ള പ്രതീക്ഷയല്ല. ചേച്ചിയുടെ ടൈം 1 മിനിറ്റെങ്കിലും ചേച്ചി എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ എനിക്കത് ഭയങ്കര സന്തോഷം. എനിക്ക് അതുപോലെ ചേച്ചിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഖത്തറിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഒരു 6 മാസത്തോളം എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ നാട്ടിൽ ഒന്നാമത് ഹസ്ബൻഡ് കൂടില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായ പറഞ്ഞു നീ വീണാസ് കറി വേൾഡ് പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായി എനിക്ക് അതൊന്നും പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ വിഷയം എനിക്ക് സംസാരിക്കാൻ, ഞാൻ നോർമലി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ചേട്ടായോടും എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പ്രത്യേകിച്ച് ക്യാമറ ഫേസ് ചെയ്ത്. ചേട്ടാ പറഞ്ഞു അത് സാരമില്ല, നീ നാച്ചുറലായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
ചേച്ചിയുടെ ഒരു ഇൻസ്പിറേഷനിൽ, ചേച്ചി അന്ന് പറഞ്ഞായിരുന്നല്ലോ ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനൊന്ന് തുടങ്ങാം, ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്ത് നോക്കി. അപ്പം ഇൻട്രോയൊന്നും കുറേ കസിൻസിനും എല്ലാം, എൻ്റെ ഒരു ചേച്ചിയുണ്ട് അപ്പച്ചിയുടെ മോള്, അപ്പോൾ ചേച്ചിയും ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിക്കും അയച്ചു കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് പറ്റും, നീ ഇട്, നല്ലതായിട്ടുണ്ട്. ചേച്ചിയും വീണ ചേച്ചിയുടെ ഒരു ഫാന, ചേച്ചിയുടെ പേര് മിനി. അപ്പം ചേച്ചിയും പറഞ്ഞു ഇതുപോലെ നീ തുടങ്ങ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞു റെസിപ്പീസാണ്, എനിക്ക് ഒത്തിരി ഒന്നും കുക്കിംഗ് അറിയത്തില്ല. ചെറിയ ചെറിയ ഡിഷസ് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ചാനൽ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അത് വീണ ചേച്ചി കാരണമാണ് ഞാനിത് തുടങ്ങിയത് തന്നെ. അപ്പം അത് വീണ ചേച്ചിയോട് അറിയിക്കണം, അല്ലെങ്കിൽ ഒന്ന് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പറയാനാണ് വീണ ചേച്ചിയോട്, എനിക്ക് മെയിൽ അയക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ചേച്ചി ഭയങ്കരമായിട്ട് തിരക്കാം, അപ്പം ആ ഒരു സമയത്ത് ചേച്ചിയെ വെറുതെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതുവരെ മെസ്സേജോ ഒന്നും ചെയ്യാത്തത്. അപ്പം ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പറയാം. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചിയോട്. ഇപ്പം ഞാൻ ഈ ഒരു കുക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ബിസിയാണ്. എനിക്കിപ്പം ഹസ്ബൻഡ് കൂടി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, എന്നാലും അത്രയും എനിക്ക് ടൈം കിട്ടുന്നില്ല. നമുക്കതൊന്നും ആലോചിച്ച് ഇപ്പം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ത് റെസിപ്പി ഇടാം, അത് എടുക്കുക, ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കല്ല ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ്ങോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ല ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ, വെറുതെ ഇരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് നല്ല വിഷമമായി, ഞാനൊരു ഭയങ്കര ഒരു ഇതിലായേനെ. പക്ഷേ ചേച്ചി കാരണമാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും ഇങ്ങനെ ബിസി ആവാനും തുടങ്ങിയത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ എനിക്ക് ചേച്ചിയിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചേച്ചി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യം. ചേച്ചി ഇപ്പം ഗൾഫിൽ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ചേച്ചി നാട്ടിലോട്ട് വരുമ്പോൾ നാട്ടിലുള്ള ആൾക്കാരോട് പെരുമാറുന്നതും, അമ്പലത്തിൽ പോയി അവിടെ പോയി നിൽക്കുന്ന അങ്ങനെയുള്ള പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ചേച്ചി ഭയങ്കര പാവമാണ്. ഇത്രയും വർഷമായിട്ട് അവിടെ സെറ്റിൽഡ് ആയ ഒരു വ്യക്തി നാട്ടിൽ വരുമ്പം ബിഹേവ് ചെയ്യുന്നത് കാണുമ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ വേണം ആളുകൾ. എന്തിനാ വെറുതെ നമ്മൾ ജാട ഇടുന്നത്? ഇപ്പോൾ ചേച്ചിക്കാണെങ്കിലും ജാട ഇടാം, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ചേച്ചി അത്ര നല്ല സെറ്റിൽഡായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ചേച്ചി ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചേച്ചിയുടെ ഒരു മോറൽ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. ആദ്യം ഇങ്ങനെ ചാനൽ തുടങ്ങി, അപ്പോൾ വ്യൂസൊക്കെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, വ്യൂസൊന്നും ഇല്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വ്യൂസ് കുറച്ചുണ്ട്. അപ്പം ഞാനിങ്ങനെ ആകെ വിഷമിച്ചിരുന്നപ്പോഴാണ് ചേച്ചിയും പറഞ്ഞല്ലോ ചേച്ചിക്കും ആദ്യം വ്യൂസൊക്കെ കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും കുറച്ച് താമസമായിരുന്നു എന്ന്. അത് കേട്ടപ്പം എനിക്കൊരു ശരി, വീണ ചേച്ചിയെപ്പോലെ ഒരാൾക്ക് നന്നായിട്ട് സംസാരിക്കും, അതുപോലെ നന്നായിട്ട് കുക്കിംഗ് ചെയ്യും, അതുപോലെ ടിപ്സൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടാൻ ഇത്രയും ലേറ്റാവുമ്പം ഇതൊന്നും ഇല്ലാത്ത എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അതും കുറച്ചുകൂടെ ഒരു ശരി, അപ്പം കുറച്ച് താമസിച്ചായാലും സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്നൊരു സന്തോഷം. അപ്പോൾ അതും ചേച്ചിയുടെ ആ വീഡിയോ കണ്ടപ്പോഴാണ്. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, എന്താ എനിക്കിങ്ങനെ വ്യൂസ് കിട്ടാത്തത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഇത്രക്കേ വ്യൂസ്, ഇത്ര മില്യൺ വ്യൂസ് എന്നൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ. അപ്പോൾ എനിക്ക് കെയോ ഒന്നും വേണ്ട, ഒരു 100 അല്ലെങ്കിൽ ഒരു 200 പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ. അപ്പോൾ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എൻ്റെ റെസിപ്പീസൊക്കെ, അല്ലെങ്കിൽ എൻ്റെ സംസാരമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ആ വീഡിയോ കാണുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടി ചേച്ചിയെപ്പോലെ ഒരാൾക്ക് കിട്ടിയില്ല, താമസിച്ചല്ലോ, അപ്പോൾ പിന്നെ എനിക്കും കുഴപ്പമില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്നൊരു സന്തോഷവും കൂടെ ആയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷവും കൂടെ ചേച്ചി കാരണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ചേച്ചിയുടെ വീഡിയോസിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിഷസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിഷസൊക്കെ, ഇപ്പോൾ മുട്ടക്കറി ആണെങ്കിലും അല്ല ബീട്രൂട്ട് കിച്ചടി ആണെങ്കിലും ഒക്കെ ചേച്ചി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ചേച്ചി കുറേ ടിപ്സ്, ചേച്ചിക്ക് അറിയാവുന്ന കുറേ ടിപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ടിപ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്താ നമ്മളിങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാഞ്ഞത്. അങ്ങനെയൊക്കെ ചേച്ചി കുറേ ടിപ്സ് പറയുമ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുന്ന കറികളായിരിക്കും, പക്ഷേ അതിൻ്റെയൊക്കെ രുചി കുറച്ചുകൂടി കൂടും. അങ്ങനെ ചേച്ചി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു
ഒരുമാതിരി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വരെ അറിയാവുന്ന ഒരു കറികളാണ്. മുട്ടക്കറി ആണെങ്കിലും അങ്ങനെയുള്ള കറികളൊക്കെ, ഇപ്പം ബീട്രൂട്ട് കിച്ചടി ആണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡിഷസൊക്കെ ആണല്ലോ ആദ്യം പഠിക്കുന്നത്. അപ്പം അങ്ങനെ അറിയാമെങ്കിൽ പോലും ചേച്ചിയുടെ ആ ഒരു കുഞ്ഞ് ഡിഷ് അല്ലെങ്കിൽ കുഞ്ഞ് ടിപ്പ് കണ്ട് നമ്മൾ അതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വേറെ ഒരു ലെവലിലോട്ട് പോകും. നല്ല ഒരു ടേസ്റ്റും ഭയങ്കര സൂപ്പറാവും. അപ്പം അങ്ങനെയും ഞങ്ങൾക്ക് ചേച്ചിയുടെ ഈ ടിപ്സൊക്കെ, കാരണം ഒരുപാട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അല്ല ഫാമിലിയുടെ കയ്യിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി അപ്രീസിയേഷൻ ചേച്ചി വാങ്ങിച്ചു തരാറുണ്ട്. ചേച്ചിയുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതായിരിക്കും പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം ഒത്തിരി നമ്മളിപ്പോൾ സ്ഥിരം നോർമലി ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ ആയിരിക്കും, പക്ഷേ അത് ചേച്ചി പറയുന്ന ആ ഒരു ടിപ്പ് ചേർത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുമ്പം എക്സ്ട്രാ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ നന്നായിട്ട് വെച്ചു ഒരാൾ പറയുമ്പം നമുക്കൊരു സന്തോഷം. അപ്പോൾ അങ്ങനെയും ചേച്ചി ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ റെസിപ്പീസൊക്കെ ഞാൻ മിക്കവാറും കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം റെസിപ്പിയേക്കാളും എനിക്കിഷ്ടം ചേച്ചിയുടെ ഇൻട്രോയാണ്. ചേച്ചി ആ സംസാരിക്കുന്ന രീതിയും ഡ്രസ്സിങ്ങും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ ഡിഷസൊക്കെ ചേച്ചിയുടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഗോതമ്പ് പൊറോട്ട എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കും എൻ്റെ ചേട്ടായിക്കും ഞങ്ങൾ മിക്ക തേഴ്സ്ഡേയും ഈവനിങ് ഗോതമ്പ് പൊറോട്ടയായിരുന്നു ഉണ്ടാക്കുന്നത്. അതുപോലെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ ഡിഷസൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ചേച്ചി എനിക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ 1 മിനിറ്റെങ്കിലും ചേച്ചി കണ്ടതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ചേച്ചി. ചേച്ചിക്കും ചേട്ടനും മക്കൾക്കും എല്ലാം ഈ സന്തോഷം എന്നും ഇങ്ങനെ ഇതുപോലെ നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ചേച്ചിക്ക് വേണ്ടി. ചേച്ചി എൻ്റെ വീഡിയോ കണ്ടതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. താങ്ക് യു ചേച്ചി.